ഹലോ 3 പേര് പോയ മൂഞ്ചു എന്നാ പറയാം. പക്ഷെ നമ്മൾ 2 ആൾ പോയിട്ട് മൂഞ്ചി. അങ്ങനെ മൂഞ്ചി ഒരുപാട് നേരില്ലെന്ന് കരുതി നമ്മൾ ലൈൻ പിടിക്കാൻ കയറി. അപ്പോൾ എന്താ സംഭവം എന്ന് പറയാം. സാലറി കിട്ടിയ പിറ്റത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചൂസ് ചെയ്ത റെസ്റ്റോറൻറ്റിൽ ഡൈനിങ് ഇല്ല. സോ എല്ലാവരോടും പോയി കഴിക്കാമെന്ന് പറയുന്നത് പോസിബിൾ അല്ലായിരുന്നു. ബിരിയാണി ആയതുകൊണ്ട് മനസ്സിലായി. അപ്പോൾ അവിടെ എന്തോ 12 മണി കഴിയുമ്പോഴാണ് ബിരിയാണി സപ്ലൈ തുടങ്ങുള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തി, അത്രയേ ഉള്ളൂ. ഒരുപാട് മൂഞ്ചൊന്നുമില്ല. സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പിനെസ് കണ്ട ബിരിയാണി കഴിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമാണത്. സംഭവം വലിയ കാർബൺ ബോക്സിലൊക്കെയാണ് നമുക്ക് തന്നത്. അതൊക്കെ പൊക്കി തങ്ങി വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ സാധനം ഇവിടെ എത്തിച്ചത്. പക്ഷേ അടിപൊളി റിസൾട്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഹാഫ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് ഫുള്ളാവേ ഇല്ല. ഫുള്ള് എടുത്തപ്പോഴാണെങ്കിൽ ഫുള്ള് കവിഞ്ഞു. അത്രയും വയർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ വർക്ക് ചെയ്യാനിരിക്കുമ്പോഴായിരുന്നു പ്രശ്നം. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സ്റ്റാഫ് മെസ് ഉണ്ട്. ആദ്യത്തെ 3 ദിവസം നമുക്ക് പച്ചക്കറി മീനൊക്കെ ആയിട്ടാണ് വരാം. പിന്നത്തെ 3 ദിവസം നമുക്ക് ബീഫ് ചിക്കൻ അങ്ങനെ. അപ്പോൾ നമ്മൾ കൂടുതലും പച്ചക്കറി വരുന്ന ദിവസമാണ് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വയറൊക്കെ നിറഞ്ഞ് നമ്മൾ ബാക്ക് ടു വർക്കാണ്. നമ്മൾ ഹാൻഡ് ക്രീമൊക്കെ ഇട്ട് ഞാൻ വർക്ക് തുടങ്ങി. അങ്ങനെ പിന്നെ 5:30 മണി വരെ ഇങ്ങനെ മത്തടിച്ചിരിക്കണമായിരുന്നു. ഉറക്കം വന്നിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.